ഞാൻ പറയുന്നത് മറച്ചു വെക്കാതെ സർക്കാർ ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ പറഞ്ഞു പ്രാർത്ഥനാലയങ്ങളിൽ അത്രയും കൂടി അല്ല അത്രയും കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അത് കൃത്യമായി ജനം കേട്ടു. ഓർത്തു നോക്കൂ, ഇവിടെ ഒരു മതവിഭാഗം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി, പ്രാർത്ഥനയുടെ ഭാഗമായി, അംഗശുദ്ധി വരുന്നതിന്റെ ഭാഗമായി 5 നേരവും മൂക്കിൽ വെള്ളം കയറ്റി കളയണം എന്നുള്ള ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏത് വെള്ളമാണ് മൂക്കിൽ കയറ്റി ചീറ്റി കളയാൻ സേഫ് എന്നെങ്ങനെയാണ് അറിയുക ഡോക്ടർ? അല്ല, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ ജലാശയങ്ങൾ ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടും തന്നെ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. അത് സഫീഷ്യൻ്റ് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിൽ തന്നെ റെസിഡ്യൂൽ ക്ലോറിൻ ഇപ്പം അടുത്ത കാലത്തുള്ള പഠനങ്ങൾ കാണിക്കുന്നത് അതിൻ്റെ ഏതാണ്ട് 2 മില്ലിഗ്രാം പെർ ലിറ്റർ രീതിയിലേക്കുള്ള റെസിഡ്യൂൽ ക്ലോറിൻ്റെ ലെവൽ ആ രീതിയിലേക്ക് 2 ppm എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമീബയെ നമുക്കതിൽ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻ വീണ്ടും പരിഷ്കരിച്ച് ആരോഗ്യ ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത് മിനിമം 1 മുതൽ 3 വരെയെങ്കിലും ക്ലോറിൻ്റെ ലെവൽ അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളതിലേക്ക്. ആ രീതിയിൽ മാത്രമേ ഇതിനെ നമുക്ക് അമീബയെ നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ആരാധനാലയങ്ങളാണെങ്കിലും അതുപോലെ മറ്റു കുളങ്ങളും ഒക്കെ തന്നെ ഇതിലൊക്കെ തന്നെ നമുക്ക് ഏതെങ്കിലും കാലത്ത് ഈ രീതിയിലേക്ക് നമ്മൾ അതിനെ മാലിന്യമുക്തമാക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കർശനമായ നിർദ്ദേശം വരേണ്ട സമയമായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ പള്ളികളിലെ ഇപ്പൊ അംഗശുദ്ധി വരുത്തുന്ന ഹൗളുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആ ജലാശയങ്ങൾ മാത്രമല്ല, ക്ഷേത്രകുളങ്ങളിൽ കുളിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ കുളങ്ങളിൽ സ്ഥിരമായി കുളിക്കുന്ന ഗ്രാമത്തിലടക്കം എത്ര മനുഷ്യന്മാരുണ്ടെന്നേ. ഞാൻ പറഞ്ഞ സർക്കാർ ആ ഒരു ഗൗരവത്തിൽ പറയണം. ഇപ്പൊ കോവിഡ് കാലത്ത് ആ ഗൗരവ നിർദ്ദേശം നമ്മൾ കേട്ടു, നമ്മൾ അനുസരിച്ചു. ആ പറയേണ്ട ഗൗരവത്തിൽ ഒരു നിർദ്ദേശം പറയേണ്ട സമയമായിട്ടില്ല എന്നാണോ? അത്രയും ഭയക്കേണ്ടതില്ല എന്നതിനർത്ഥമുണ്ടോ ഡോക്ടർ അൽതാഫ്? അല്ല, തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നടന്ന എല്ലാ ചർച്ചകളിലും എല്ലാ ആശയവിനിമയങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഓരോ വിദഗ്ധരും ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ പറയുന്ന രീതിയിൽ ആരാധനയ്ക്ക് മുമ്പ്, നമസ്കാരത്തിന് മുമ്പ് അംഗശുദ്ധി വരുത്തുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റുന്ന ഒരു രീതി അത് കഴിയുന്നതും ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പം രോഗബാധിതരുടെ എണ്ണം നോക്കുമ്പോഴും ആ രീതിയിലുള്ള ഒരു കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അക്കാര്യം ശ്രദ്ധിക്കുക. സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ സർക്കുലറിലും അതിൽ കൃത്യമായിട്ട് ഈ മൂക്കിൽ വെള്ളം കയറ്റുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുളത്തിലൊക്കെ മുങ്ങി കുളിക്കുന്നവരും അഥവാ നിർബന്ധിത സാഹചര്യത്തിൽ കുളിക്കേണ്ടി വന്നാൽ പോലും നോസ് ക്ലിപ്പുകൾ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തല പൊക്കി വെച്ചിട്ട് വേണം കുളിക്കാൻ എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജസ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ സമൂഹം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.